നമസ്കാരം. പ്രധാന വാർത്തകൾ. ലേബർ കോഡുകളടക്കം കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണം. സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും നടന്നു. തൃത്താല സെന്ററിൽ ആനയിടഞ്ഞു. പീച്ചിയിൽ ശിവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. വഴിമധ്യേ നായയെ കണ്ടതോടെ പണിമുടക്ക് ദിവസമായതിനാൽ ആൾത്തിരക്കൊഴിഞ്ഞത് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കി. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രാദേശിക ചാനൽ പ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി സിസിടിവി. മികച്ച വാർത്താ അവതാരകയ്ക്കുള്ള അവാർഡ് സിസിടിവി ന്യൂസ് എഡിറ്റർ രമ്യ എസ് നായരും പ്രോഗ്രാമിനുള്ള അവാർഡ് തൊടിയിലെ ചെടിയുടെ സംവിധായകൻ സിസിടിവി എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ സി ജോസും ഏറ്റുവാങ്ങി. അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള സംഘടനയാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന ഇ.ടി. ടൈസൺ മാസ്റ്റർ എം.എൽ.എ. സിഒഎ 15ാമത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന് തൃപ്രയാറിൽ പ്രൗഢ സമാപനം. വാർത്തകൾ വിശദമായി. ലേബർ കോഡുകളടക്കം കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണം. ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ വ്യാഴാഴ്ച രാത്രി 12 മണിവരെയാണ് പണിമുടക്ക്. പത്രം, പാൽ, ആശുപത്രി, മെഡിക്കൽ സ്റ്റോർ, ഫയർഫോഴ്സ്, ആംബുലൻസ് തുടങ്ങിയ അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. എങ്കിലും പൊതുഗതാഗതം നിലച്ചത് ജനജീവിതം സ്തംഭിപ്പിച്ചു. ഭൂരിഭാഗം സ്വകാര്യ ബസ്സുകളും ടാക്സികളും ഓട്ടോറിക്ഷകളും നിരത്തിലിറങ്ങിയില്ല. കെഎസ്ആർടിസി ഇ.എ. CITU പണിമുടക്കുന്നതിനാൽ കെഎസ്ആർടിസി ബസ് സർവീസിനെ ബാധിച്ചു. ദീർഘദൂര ബസ്സുകൾ ബുധനാഴ്ച രാത്രി തന്നെ സർവീസ് അവസാനിപ്പിച്ചിരുന്നു. സ്വകാര്യ ബസ്സുകളും നിരത്തിലിറങ്ങിയില്ല. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചില്ല. സർക്കാർ, അർദ്ധ സർക്കാർ, കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ പൂർണ്ണതോതിൽ പ്രവർത്തിച്ചില്ല. നഗരകേന്ദ്രങ്ങളിൽ പോലീസിനെ വിന്യസിച്ചിരുന്നു. ഗുരുവായൂരിൽ ദേശീയ പണിമുടക്ക് പൂർണ്ണം. ക്ഷേത്ര ദർശനത്തിനെത്തിയ ഭക്തർ വലഞ്ഞു. ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. 18 വിവാഹങ്ങളാണ് ക്ഷേത്ര സന്നിധിയിൽ നടന്നത്. 500ഓളം കുരുന്നുകൾക്ക് ചോറൂൺ നൽകി. ക്ഷേത്രനടയിലെ ഹോട്ടലുകളും വ്യാപാര സ്ഥാപനങ്ങളും തുറക്കാതിരുന്നതിനാൽ വെള്ളവും ഭക്ഷണവും ലഭിക്കാതെ ഭക്തർ നട്ടം തിരിഞ്ഞു. ക്ഷേത്രത്തിലെ പ്രസാദ ഊട്ടാണ് ഭക്തർക്ക് അനുഗ്രഹമായത്. ആയിരങ്ങളാണ് പ്രസാദ ഊട്ടിൽ പങ്കെടുത്തത്. കെഎസ്ആർടിസി ഭാഗികമായാണ് സർവീസ് നടത്തിയത്. ദൂരദിക്കുകളിൽ നിന്നുള്ള ഭക്തർക്ക് ട്രെയിൻ സർവീസാണ് ആശ്രയമായത്. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ലെങ്കിലും മറ്റു വാഹനങ്ങൾ നിരത്തിലിറങ്ങി. തൃത്താല സെന്ററിൽ ആനയിടഞ്ഞു. പക്ഷേ പണിമുടക്ക് തുണയായി. തൃത്താലയിൽ വൻ അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. തൃത്താല സെന്ററിൽ കൂറ്റനാട് റോഡിൽ ആന ഇടഞ്ഞത് നാട്ടുകാരെ പരിഭ്രാന്തിയിലാഴ്ത്തി. തൃത്താല സർക്കാർ ആശുപത്രി റോഡിന് സമീപം വ്യാഴാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. പീച്ചിയിൽ ശിവൻ എന്ന ആനയാണ് അപ്രതീക്ഷിതമായി ഇടഞ്ഞത്. തൃത്താലയിൽ നിന്നും ഏഴത്തൂരിലേക്ക് നടന്നു പോവുകയായിരുന്ന ആന വഴിമധ്യേ പെട്ടെന്ന് ഒരു നായയെ കണ്ട് പരിഭ്രാന്തിയിലാവുകയും ഇടയുകയുമായിരുന്നു. ഉടൻ തന്നെ പാപ്പാന്മാർ ഇടപെട്ട് ആനയെ തളച്ചതിനാൽ വലിയ അപകടം ഒഴിവായി. സംസ്ഥാനത്ത് പണിമുടക്ക് ദിവസമായതിനാൽ റോഡിൽ വാഹനങ്ങളോ കാൽനട യാത്രക്കാരോ ഇല്ലാതിരുന്നത് വലിയ ആശ്വാസമായി. സാധാരണഗതിയിൽ തിരക്കേറിയ തൃത്താല സെന്ററിൽ ഇത്തരമൊരു സംഭവം നടന്നത് ജനങ്ങളിൽ വലിയ ആശങ്കയുണ്ടാക്കി. പാപ്പാന്മാരുടെ സംയോജിതമായ ഇടപെടൽ മൂലം ആനയെ പെട്ടെന്ന് നിയന്ത്രണത്തിലാക്കാൻ സാധിച്ചു. ആളപായമോ മറ്റ് നാശനഷ്ടങ്ങളോ ഉണ്ടായില്ല. നിർത്താല ആന വിഷയാക്കി നിർത്താല. വള്ളം കട്ട വരാൻ വേണ്ടി അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള സംഘടനയാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന ഇ.ടി. ടൈസൺ മാസ്റ്റർ എം.എൽ.എ. സിഒഎ 15ാമത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ സമാപന പൊതുസമ്മേളനം തൃപ്രയാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മേഖലയിൽ സംഘടന നേരിടുന്ന നിരവധിയാർന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നും അതിനായി നിയമസഭയിലടക്കം ഇടപെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമ്മുടെ സംഘടനാപരമായിട്ടുള്ള ശക്തി ഈ പണത്തിൻ്റെ ഇതിൽ മാത്രമല്ല, നമ്മൾ നടത്തുന്ന സേവനവും അതിൽ വളരെ പ്രധാനമാണ്. നമ്മൾ മത്സരിക്കുന്ന ചെറിയ ആളുകളോടല്ലല്ലോ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അത്ര വലിയ അങ്ങനെ ഒരു പ്രാധാന്യം ആദ്യം കാണുമെന്ന് സംശയമാണ്.
പക്ഷെ നമ്മൾ നടത്തുന്ന പ്രവർത്തനം, അതിൻ്റെ ആക്കം, അതിൻ്റെ ശക്തി കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ സംഘം മാറുന്നു എന്നുള്ളത് എൻ്റെ പ്രത്യേകതയാണ്. നാട്ടിക MLA CC മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. COAയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സദാ ഒപ്പമുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ് ചീഫ് റിപ്പോർട്ടർ അഞ്ജുരാജ് മുഖ്യാതിഥിയായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു, KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ, BJP തൃശൂർ സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്തുപറമ്പിൽ, COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KV രാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗം VP ബിജു, കേരള വിഷൻ ന്യൂസ് MD പ്രജേഷ് അച്ചാണ്ടി, KCCL MD PP സുരേഷ് കുമാർ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, ജില്ലാ സെക്രട്ടറി CG ജോസ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം P. ആന്റണി, സ്വാഗത സംഘം ജനറൽ കൺവീനർ K. ബിജുകുമാർ എന്നിവർ സംസാരിച്ചു. പ്രാദേശിക ചാനൽ പ്രതിഭാ പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. മികച്ച വാർത്താ അവതരണത്തിന് കുന്നംകുളം CCTVയിലെ ന്യൂസ് എഡിറ്റർ രമ്യ S. നായരും, മികച്ച പ്രോഗ്രാമിന് കുന്നംകുളം CCTVയുടെ തൊടിയിലെ ചെടി എന്ന പരിപാടിയിലൂടെ KC ജോസും, മികച്ച റിപ്പോർട്ടർ ക്യാമറാമാൻ പുരസ്കാരത്തിന് പെൺപാവക്കൂത്ത് എന്ന റിപ്പോർട്ടിലൂടെ അർഹനായ ചേലക്കര CCVയുടെ വിബിക്സും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച സംഘടനയിലെ അംഗങ്ങളായ തൃശൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. ഗോപാലകൃഷ്ണൻ, കോർപ്പറേഷൻ കൗൺസിലർ ഷാജു കുണ്ടോളി, COA മേഖലാ പ്രസിഡന്റ് കൂടിയായ വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ PK വിജയൻ, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം വിനു ജോൺസൺ എന്നിവരെ ആദരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഷൂട്ടൌട്ട് മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി സംഘടനയുടെ കരുത്ത് തെളിയിച്ച് വലപ്പാട് ചന്തപ്പടിയിൽ നിന്നും ആരംഭിച്ച വർണ്ണാഭമായ ഘോഷയാത്ര തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് എതിർവശത്തെ സമ്മേളന ഗ്രൗണ്ടിലെത്തി സമാപിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ ജില്ലയിലെ കേബിൾ TV ഓപ്പറേറ്റർമാരും ജീവനക്കാരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രാദേശിക ചാനൽ പ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി CCTV. മികച്ച വാർത്താ അവതാരകയ്ക്കും പ്രോഗ്രാമിനുമുള്ള അവാർഡാണ് ലഭിച്ചത്. മികച്ച വാർത്താ അവതരണം രമ്യ സനിൽ, കുന്നംകുളം CCTV. മികച്ച പ്രോഗ്രാം KC ജോസ്, തൊടിയിലെ ചെടികൾ, കുന്നംകുളം CCTV. CCTV ന്യൂസ് എഡിറ്റർ രമ്യ S. നായരാണ് മികച്ച അവതാരക. ചുരുങ്ങിയ കാലം കൊണ്ട് ജനശ്രദ്ധയാകർഷിച്ച ഒട്ടേറെ പ്രോഗ്രാമുകളുടെ അവതാരകയും കൂടിയാണ് രമ്യ. പ്രസന്നമായ ഭാവവും മാതൃഭാഷയിലൂന്നിയുള്ള അവതരണവും ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി. ജില്ലാ വ്യാപകമായുള്ള TCV ചാനലിലെയും വാർത്താ അവതാരകയായ രമ്യയെ തേടി മുമ്പും നിരവധി അംഗീകാരങ്ങൾ എത്തിയിട്ടുണ്ട്. CCTVയിൽ സംപ്രേഷണം ചെയ്യുന്ന തൊടിയിലെ ചെടി മികച്ച പ്രോഗ്രാമായി തെരഞ്ഞെടുത്തു. CCTV എക്സിക്യൂട്ടീവ് ഡയറക്ടർ KC ജോസാണ് പ്രോഗ്രാം ഡയറക്ടർ. വീട്ടുപറമ്പിലെ ഔഷധച്ചെടികൾ കണ്ടെത്തി അതിന്റെ ഗുണവും ഉപയോഗരീതിയും പ്രേക്ഷകരിലെത്തിക്കുന്ന പ്രോഗ്രാം 367 എപ്പിസോഡുകൾ പിന്നിട്ടു. നെല്ലുവായ് ധന്വന്തരി ആയുർവേദ ആശുപത്രിയിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ശ്രീകൃഷ്ണനും സഹപ്രവർത്തകരുമാണ് പ്രോഗ്രാം അവതാരകർ. ആരോഗ്യ അറിവുകൾ പകർന്നു നൽകുന്ന തൊടിയിലെ ചെടി പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. CCTV മുൻ മാനേജിംഗ് ഡയറക്ടർ TV ജോൺസന്റെ വരികളും നമിത നന്ദകുമാറിന്റെ ആലാപനവും ചേർന്ന പ്രോഗ്രാമിന്റെ ടൈറ്റിൽ ഗാനവും ജനശ്രദ്ധ നേടിയിരുന്നു. പ്രോഗ്രാം കോർഡിനേറ്റർ ജോസ് മാളിയേക്കൽ, എഡിറ്റിംഗ് ഷിജീഷ്, ക്യാമറ ഗിസ്റ്റോ ജോസ് എന്നിവർ അണിയറയിൽ പ്രവർത്തിച്ചു. തൃപ്രയാറിൽ നടന്ന COA തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ കയ്പമംഗലം MLA ET ടൈസൺ മാസ്റ്ററിൽ നിന്നും ഇരുവരും ഫലകവും ക്യാഷ് അവാർഡും ഏറ്റുവാങ്ങി. എരുമപ്പെട്ടി മങ്ങാട് ഭിന്നശേഷിക്കാരൻ ഉൾപ്പെടെ 4 പേർക്ക് തേനീച്ച കുത്തേറ്റു. വടക്കുമുറി ചോല ക്വാറിക്കടുത്ത് താമസിക്കുന്ന മുത്താട്ടുപറമ്പിൽ കുട്ടൻ, മക്കളായ ഭിന്നശേഷിക്കാരൻ ഹരിദാസൻ, പ്രിൻസി, ബിജു എന്നിവർക്കാണ് തേനീച്ചയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. വ്യാഴാഴ്ച രാവിലെ 10:15 സംഭവം. സമീപത്തുള്ള ചോല ക്വാറിയിൽ
കൂടുകൂട്ടിയിരുന്ന തേനീച്ച കൂട്ടത്തോടെ പറന്നുവന്ന് കുത്തുകയായിരുന്നു. മുച്ചക്ര വാഹനത്തിൽ ഇരിക്കുകയായിരുന്ന ഭിന്നശേഷിക്കാരനായ ഹരിദാസന് തേനീച്ചയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചില്ല. ഹരിദാസനെ രക്ഷപ്പെടുത്താനെത്തിയ കുടുംബാംഗങ്ങൾക്കും കുത്തേൽക്കുകയായിരുന്നു. ഹരിദാസന് സാരമായി പരിക്കുണ്ട്. തേനീച്ചക്കൂട് പക്ഷികൾ കുത്തിയിളക്കിയതാകാമെന്ന് പരിസരവാസികൾ പറയുന്നു. പരിക്കേറ്റ 4 പേരെയും എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് കാലത്തൊരു 9:30-10 മണി ഉണ്ടാവും. ആ സമയത്ത് പരുന്തുകൾ പുറത്തായിരുന്നു. ആ പരുന്ത് പോയിട്ട് അവിടെ ആ കൂടുമ്പോൾ കുത്തി തോന്നുന്നു. അങ്ങനെ ഉണ്ടാകാൻ സാധ്യത. അപ്പോൾ അവിടെ ഇവർ തൊട്ടപ്പുറത്തെ വീട്ടുകാർ അവിടെ ഭക്ഷണം വെക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ പുക അങ്ങനെ പോയിക്കൊണ്ടിരിക്കണല്ലോ. ഇവിടെ എല്ലാവരും പുറത്തായിരുന്നു. അവനാണെങ്കിൽ ഈ ഹരിദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലില്ലാത്തൊരു പയ്യനാണ്. അവന് ഇലക്ട്രോണിക്സ് വീൽ ചെയറിലിരിക്കണ്ടായിരുന്നത്. പെട്ടെന്ന് ഇത് വന്നപ്പോൾ ആദ്യം പെങ്ങൾക്കാണ് ഒന്നും കുത്തു കിട്ടിയത്. പിന്നെ അവന് എല്ലാവരും ഓടിയപ്പോൾ ഇവന് ഓടാൻ പറ്റുന്നില്ല. പിന്നെ ഇവൻ്റെ മേത്തേക്കായി ഇവൻ ഈ ഇലക്ട്രോണിക് സ്റ്റെയർ ഈ വഴി കണ്ട അത്രയും മോശം വഴി കൂടെ ആ ഇലക്ട്രോണിക് സ്റ്റെയർ ഓടിച്ചിട്ട് അവൻ റൂട്ടിലൂടെ പോവുക ചെയ്തത്. കുന്നംകുളം ആനാക്കിലിൽ വൻ തീപിടുത്തം. വൈക്കോൽ കൂനയ്ക്ക് തീപിടിച്ചു. കക്കയും തണൽ സ്റ്റോപ്പിന് സമീപമുള്ള വീട്ടിലെ വൈക്കോൽ കൂനയിലുമാണ് തീപിടിച്ചത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. കൃത്യസമയത്ത് കുന്നംകുളം ഫയർഫോഴ്സ് എത്തിയതിനാൽ വലിയ അപകടം ഒഴിവായി. പരിസരത്ത് പുക നിറഞ്ഞു നിൽക്കുകയാണ്. ഫ്ളാറ്റ് വാങ്ങാനെന്ന വ്യാജേന എത്തി തനിച്ച് താമസിക്കുന്ന പ്രായമായ സ്ത്രീയുടെ സ്വർണ്ണമാല കവർന്ന കേസിൽ 3 പേരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം അഞ്ചൽ സ്വദേശി അനിൽ ഭവനിൽ അനിൽകുമാർ, കോഴിക്കോട് ഒളവണ്ണ സ്വദേശി ഒടുക്കത്തിൽ വീട്ടിൽ അർജുൻ, കൊല്ലം അമ്പലത്തുവിള കലാഭവനിൽ ദീപക് എന്നിവരെയാണ് ടെമ്പിൾ SHO G അജയ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഡിസംബർ 19-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കാരക്കാട് മാധവം അപ്പാർട്ട്മെന്റിൽ തനിച്ച് താമസിക്കുന്ന 65-കാരിയെ കബളിപ്പിച്ച് അനിൽകുമാറാണ് കവർച്ച നടത്തിയത്. ഫ്ളാറ്റ് നോക്കാനെന്ന പേരിൽ അകത്ത് കയറി അലമാരയിൽ നിന്ന് 25 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണമാല കവരുകയായിരുന്നു. മോഷണം മുതൽ പണയം വയ്ക്കാനും പിന്നീട് വിൽപ്പന നടത്താനും സഹായിച്ചതിനാണ് മറ്റ് 2 പേരെയും അറസ്റ്റ് ചെയ്തത്. സംഭവത്തിനു ശേഷം അനിൽകുമാർ കോഴിക്കോട്, ഷൊർണൂർ, കൊല്ലം, കോട്ടയം എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. വിവിധ ജില്ലകളിൽ സമാനമായ ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. തനിച്ച് താമസിക്കുന്ന വയോധികരെ കേന്ദ്രീകരിച്ചാണ് ഇയാൾ മോഷണം നടത്തിയിരുന്നത്. കൊല്ലത്ത് 60 വയസ്സുള്ള സ്ത്രീയെ കബളിപ്പിച്ച് പണം കവരാനുള്ള ശ്രമത്തിനിടയിലാണ് ഇയാൾ പിടിയിലാകുന്നത്. മദ്യപിക്കാനും മസാജ് പാർലറുകളിലുമായി ആഡംബര ജീവിതം നയിക്കുകയുമാണ് ഇവരുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഗാനരചയിതാവ് പരത്തുള്ളി രവീന്ദ്രന് കലാകാരന്മാരുടെ കൈത്താങ്ങ്. പ്രായാധിക്യത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അവശനായി കഴിയുന്ന ഗാനരചയിതാവ് പരത്തുള്ളി രവീന്ദ്രന് കണ്ടാണശ്ശേരി മാക് സംഗീത കൂട്ടായ്മയുടെ ധനസഹായം കൈമാറി. പല്ലവി എന്ന സിനിമയിലെ ദേവീക്ഷേത്രനടയിൽ എന്ന ഒറ്റ ഗാനം കൊണ്ട് പ്രശസ്തനായ കവിയാണ് 80 വയസ്സ് പിന്നിട്ട പരത്തുള്ളി രവീന്ദ്രൻ. ഗാനരചയിതാവായ പരത്തുള്ളി രവീന്ദ്രനുമായി ദീർഘകാലമായി സൗഹൃദമുള്ള മുൻ MLA KV അബ്ദുൾ ഖാദർ ധനസഹായം ഏറ്റുവാങ്ങി. MBBS MMGE പരീക്ഷയിൽ മികച്ച വിജയം നേടിയ അമൽ ജവഹറിനെ ചടങ്ങിൽ ആദരിച്ചു. നടൻ ശിവജി ഗുരുവായൂർ, മാക് ഭാരവാഹികളായ ജവഹർ കണ്ടാണശ്ശേരി, അജയഘോഷ്, സത്യാനന്ദ് K ശങ്കർ, കല്ലൂർ ഉണ്ണികൃഷ്ണൻ, സരിത സുരേന്ദ്രൻ, മോഹൻദാസ് എലത്തൂർ, ഹരി പൂങ്കുന്നം, ഉസ്താദ് അഹമ്മദ് ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. പരത്തുള്ളി രവീന്ദ്രൻ രചിച്ച ദേവീക്ഷേത്രനടയിൽ എന്ന ഗാനം സുരേഷ് ബ്രഹ്മ ആലപിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തബലയിൽ A ഗ്രേഡ് ലഭിച്ച നവനീത് കണ്ണനെ അനുമോദിച്ചു. തുടർന്ന് സംഗീതസന്ധ്യയിൽ സുരേഷ് ബ്രഹ്മ, ഓമനക്കുട്ടൻ ഗുരുവായൂർ, സുനിത, ലൈസ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. ഷാജു ചൊവ്വന്നൂർ, CJ ജസ്റ്റിൻ, ടോണി തൃശൂർ, ഷീബ കേച്ചേരി, പ്രമോദ് മഞ്ചേരി, കരുണൻ കൊച്ചി തുടങ്ങിയവർ നേതൃത്വം നൽകി.
ഗുരുവായൂർ ഇരിങ്ങപ്പുറം കൊച്ചനാംകുളങ്ങര ഭഗവതി ക്ഷേത്രോത്സവം വെള്ളിയാഴ്ച ആഘോഷിക്കും. പുലർച്ചെ മുതൽ വിശേഷാൽ പൂജകൾ, തിരുനടയിൽ, പറച്ചൊരിയൽ എന്നിവ നടക്കും. ഉച്ചതിരിഞ്ഞ് 3-ന് ക്ഷേത്രത്തിന്റെയും തെക്ക് വടക്ക് കമ്മിറ്റികളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വാദ്യമേളങ്ങളുടെയും 3 ഗജവീരന്മാരുടെയും അകമ്പടിയോടെ ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളും. വൈകിട്ട് 5:30 മുതൽ വിവിധ ദേശപൂരങ്ങൾ ക്ഷേത്രാങ്കണത്തിലെത്തും. 7 മണിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. തലയെടുപ്പുള്ള 20ഓളം ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കും. ശേഷം കാളി, കരിങ്കാളി, കാവടി, തെയ്യം തുടങ്ങിയ വിവിധ കലാരൂപങ്ങൾ ക്ഷേത്രാങ്കണത്തിലെത്തും. രാത്രി പൂരത്തിന് ശേഷം പൊങ്കിലടി, തിരിയൊഴിച്ചൽ, ഗുരുതി എന്നിവയുണ്ടാകും. കൂറവലിയോടെ ഉത്സവത്തിന് സമാപനം കുറിച്ച് ക്ഷേത്ര നടയടയ്ക്കും. ഭാരവാഹികളായ രാധാകൃഷ്ണൻ പൊറ്റയിൽ, കൃഷ്ണേന്ദ്ര സുന്ദർ, ദയാനന്ദൻ തറയിൽ, പ്രേമൻ തലപ്പുള്ളി, ഷാജി അതിരങ്ങൽ തുടങ്ങിയവർ നേതൃത്വം നൽകും. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണി മുതൽ CCTV പ്രാദേശികം ചാനലിൽ ഉത്സവാഘോഷങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യും. റംസാൻ നോമ്പ് അടുത്തെത്തുന്നതും വേനൽ കടുക്കുന്നതോടൊപ്പം പഴവിപണിയിൽ വിലക്കയറ്റം രൂക്ഷമാകുന്നു. സീസൺ അല്ലാത്തതും ചൂട് വർദ്ധിച്ചതും കാരണം ആപ്പിൾ, അനാർ, പൈനാപ്പിൾ തുടങ്ങിയ പഴങ്ങൾക്കെല്ലാം വലിയ തോതിലാണ് വില ഉയർന്നത്. നോമ്പ് മാസത്തിൽ ആരോഗ്യകരമായ ഭക്ഷണത്തിനായും ഇഫ്താർ വിരുന്നിലും പഴവർഗ്ഗങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുക പതിവ്. വിലവർധന സാധാരണക്കാരന്റെ കീശ ചോരുന്ന അവസ്ഥയാണ് വിപണിയിലുള്ളത്. നിലവിൽ വിപണിയിൽ ഏറ്റവും കൂടുതൽ വില വർദ്ധിച്ചിരിക്കുന്നത് ആപ്പിളിനാണ്. ഇന്ത്യൻ ആപ്പിളുകളുടെ ലഭ്യത കുറഞ്ഞതോടെ ന്യൂസിലാൻഡ്, ഇറ്റലി, US, തുർക്കി എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദേശ ആപ്പിളാണ് വിപണിയിലുള്ളത്. കിലോയ്ക്ക് 200 മുതൽ 280 രൂപ വരെയാണ് ഇതിന്റെ വില. നേരത്തെ 80 രൂപയ്ക്ക് ലഭിച്ചിരുന്ന ഇന്ത്യൻ ആപ്പിളുകളുടെ സ്ഥാനത്താണ് ഈ കൊള്ളവില. വിലവർധന കാരണം പല ചെറുകിട കച്ചവടക്കാരും ആപ്പിൾ വിൽപ്പന നിർത്തിയിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ വിവാഹ സീസൺ ആയതിനാലും റംസാൻ ലക്ഷ്യമിട്ട് കർഷകർ വിളവെടുപ്പ് വൈകിപ്പിക്കുന്നതിനാലും പൈനാപ്പിൾ വില 50-ൽ നിന്ന് 80-ലേക്ക് ഉയർന്നു. അനാറിന് 230 രൂപയും പേരയ്ക്കയ്ക്ക് 120 രൂപ വരെയുമാണ് നിലവിലെ വില. വേനൽ കടുത്തതോടെ തണ്ണിമത്തൻ വിപണിയിൽ സജീവമായിട്ടുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ ഇതിനും വില വർദ്ധിക്കുമെന്ന് വ്യാപാരികൾ ആശങ്കപ്പെടുന്നു. കർണാടക, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും തണ്ണിമത്തൻ എത്തുന്നത്. അതേസമയം വെള്ളമുന്തിരി 140, കറുത്ത മുന്തിരി 160, കിനു ഓറഞ്ച് 100 എന്നിവയാണ് വില. നേന്ത്രപ്പഴത്തിന് വിലയിൽ മാറ്റമില്ലാത്തത് ആശ്വാസമാണ്. ചൂടിലേക്ക് കടന്നതോടെ പഴങ്ങൾ വേഗത്തിൽ നശിച്ചു പോകുന്നത് വ്യാപാരികൾക്കും വലിയ സാമ്പത്തിക നഷ്ടമാക്കുന്നുണ്ട്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായ പള്ളിവേട്ടയ്ക്ക് വിപുലമായ സബ് കമ്മിറ്റി രൂപീകരിച്ചു. സബ് കമ്മിറ്റി ചെയർമാനായി ദേവസ്വം ഭരണസമിതി അംഗം മനോജ് B. നായരെ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുത്തിരുന്നു. തുടർന്ന് ആദ്യ യോഗം ചേർന്ന് വിപുലമായ കമ്മിറ്റിക്ക് രൂപം നൽകി. ദേവസ്വം മുൻ ഭരണസമിതി അംഗം AV. പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന അംഗം OP. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അനിൽ കല്ലാറ്റ്, ശിവദാസ് മുല്ലപ്പള്ളി, അഡ്വക്കേറ്റ് ഷൈൻ മനയിൽ, KM. സജീവ് കുമാർ, KS. ഷിനൂദ, മോഹനചിത്ര, PS. പ്രകാശൻ, VK. ജയരാജൻ, മുരളി ചൂണ്ടൽ, ശിവദാസ് താമരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ച് 8-നാണ് പള്ളിവേട്ട. മേഖലയിൽ പണിമുടക്ക് പൂർണ്ണമായിരുന്നു. വിവിധയിടങ്ങളിൽ സമരാനുകൂലികൾ പ്രകടനവും പൊതുയോഗവും നടത്തി. വിശദാംശങ്ങളിലേക്ക്. സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ പ്രകടനവും ഉപരോധവും നടത്തി. കിഴക്കേ നടയിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പടിഞ്ഞാറേ നടയിൽ സമാപിച്ചു. തുടർന്ന് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കസ്റ്റംസ് ഓഫീസ് ഉപരോധിച്ചു. CPI സെക്രട്ടേറിയറ്റ് അംഗം KK. വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. CATU ഏരിയ കമ്മിറ്റി അംഗം KN. രാജേഷ് അധ്യക്ഷത വഹിച്ചു. CPM ഗുരുവായൂർ ലോക്കൽ സെക്രട്ടറി KR. സൂരജ്, CATU അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം RV. ഇക്ബാൽ, CPI ലോക്കൽ സെക്രട്ടറി NP. നാസർ, K. രാജഗോപാൽ, ജെയിംസ് ആളൂർ, ഉണ്ണി വാറനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. അഖിലേന്ത്യാ പണിമുടക്ക് കുന്നംകുളത്ത് പൂർണ്ണം. കടകമ്പോളങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും പൂർണ്ണമായും അടഞ്ഞുകിടന്നതോടെ നഗരത്തിൽ ഹർത്താലിന് സമാനമായ അന്തരീക്ഷമായിരുന്നു. അവശ്യ സേവനങ്ങളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. സ്വകാര്യ വാഹനങ്ങൾ ഭാഗികമായി നിരത്തിലിറങ്ങിയെങ്കിലും പൊതുഗതാഗതത്തെ പണിമുടക്ക് കാര്യമായി ബാധിച്ചു. രാവിലെ 10 മണിയോടെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലും RMPയുടെ നേതൃത്വത്തിലും നഗരത്തിൽ റാലികൾ സംഘടിപ്പിച്ചു. വിവിധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടന റാലി നഗരകേന്ദ്രത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CATU സംസ്ഥാന കമ്മിറ്റി അംഗം KF. ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. NLC സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ EN. ദിനമണി അധ്യക്ഷനായി. CATU ജില്ലാ കമ്മിറ്റി അംഗവും കുന്നംകുളം നഗരസഭ വൈസ് ചെയർമാനുമായ PG. ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. CATU നേതാക്കളായ KA. അസീസ്, PM. സുരേഷ്, സുഗു ഇട്ടിയച്ചൻ എന്നിവർ സംസാരിച്ചു. കുന്നംകുളത്ത് RMPI പ്രകടനം സംഘടിപ്പിച്ചു. കേന്ദ്ര തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു
പ്രതിഷേധം പട്ടാമ്പി റോഡിലെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ ചുറ്റി ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്നും സാധാരണക്കാരോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രവർത്തകർ മുദ്രാവാക്യങ്ങൾ മുഴക്കി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സോമൻ ചെറുകുന്ന്, PK ബിനീഷ്, ഏരിയ സെക്രട്ടറി അനീഷ്, ഏരിയ പ്രസിഡന്റ് കൃഷ്ണകുമാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ VK തമ്പി, ബാലചന്ദ്രൻ, സലീൽ ഏറത്ത് എന്നിവർ നേതൃത്വം നൽകി. പന്നിത്തടം ജനറൽ വർക്കേഴ്സ് INTUC യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥയും ധർണയും സംഘടിപ്പിച്ചു. യൂണിയൻ പ്രസിഡന്റ് ഷർഫു പന്നിത്തടം നേതൃത്വം നൽകി. സെക്രട്ടറി അക്ബർ അലി, വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത്, ലീഡർ ഷൈജൻ, രക്ഷാധികാരി സിജോ MP, പൂൾ ലീഡർ CV ജോസ് എന്നിവർ സംസാരിച്ചു. മുഴുവൻ INTUC തൊഴിലാളികളും പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തു. സംയുക്ത ട്രേഡ് യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴഞ്ഞിയിൽ നിന്നും ചിറക്കൽ സെന്ററിലേക്ക് പ്രകടനം നടത്തി. പ്രതിഷേധ യോഗത്തിന് CITU ഹെഡ്ലോഡ് യൂണിയൻ VK ബാബുരാജ് സ്വാഗതവും AITUC നേതാവ് TK രവീന്ദ്രൻ അധ്യക്ഷതയും വഹിച്ചു. CITU കുന്നംകുളം ഏരിയ വൈസ് പ്രസിഡന്റ് TC ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളി യൂണിയൻ NK ഹരിദാസൻ അഭിവാദ്യം ചെയ്തു. NLC നേതാവ് PC സണ്ണി നന്ദിയും പറഞ്ഞു. സംയുക്ത ട്രേഡ് യൂണിയൻ ചൂണ്ടൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CPIM ചൂണ്ടൽ ലോക്കൽ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം സെന്റർ ചുറ്റി സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം കർഷക തൊഴിലാളി യൂണിയൻ കുന്നംകുളം ഏരിയ സെക്രട്ടറി MB പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. AITUC നേതാവ് CJ ജിജു അധ്യക്ഷനായി. CPIM ലോക്കൽ സെക്രട്ടറി M പീതാംബരൻ, സംയുക്ത ട്രേഡ് യൂണിയൻ പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ CD വാസുദേവൻ, ട്രേഡ് യൂണിയൻ നേതാക്കളായ TP റാഫേൽ, AV വല്ലഭൻ എന്നിവർ സംസാരിച്ചു. സംയുക്ത ട്രേഡ് യൂണിയൻ മേഖലാ ഭാരവാഹികളായ KA രമേശ്, TJ ജോൺസൺ, AK ആന്റണി, ശൈല പുഷ്പാകരൻ, ഷീബ ശിവരാമൻ, PK സുഗതൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ഓൾ ഇന്ത്യ യുണൈറ്റഡ് ട്രേഡ് യൂണിയൻ സെന്ററിന്റെ നേതൃത്വത്തിൽ ചാവക്കാട് ടൗണിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. AIUTUC ജില്ലാ പ്രസിഡന്റ് CR ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ M പ്രദീപൻ, M കുമാരൻ, OK വത്സലൻ, AM സുരേഷ്, ബേബി വത്സൻ, MB മുകുന്ദൻ, CV പ്രേമരാജ് തുടങ്ങിയവർ സംസാരിച്ചു. പണിമുടക്ക് ചാവക്കാട് മേഖലയിൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. KSRTC സ്വകാര്യ ബസ്സുകൾ നിരത്തിൽ ഇറങ്ങിയില്ല. സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില കുറവായിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചില്ല. ഇരുചക്രവാഹനം ഉൾപ്പെടെയുള്ള സ്വകാര്യ വാഹനങ്ങൾ അപൂർവമായി നിരത്തിലിറങ്ങി. ക്രമസമാധാനത്തിന്റെ ഭാഗമായി പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയിരുന്നു. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് നഗരത്തിൽ പ്രകടനവും പ്രതിഷേധ സംഗമവും നടത്തി. മുല്ലത്തറയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ചാവക്കാട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം CITU സംസ്ഥാന കമ്മിറ്റി അംഗം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. AITUC സെക്രട്ടറി സതീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KSKTU നേതാവും ചാവക്കാട് നഗരസഭാ ചെയർമാനുമായ AH അക്ബർ, CITU ഏരിയ പ്രസിഡന്റ് KM അലി, കർഷക സംഘം ഏരിയ സെക്രട്ടറി മാലിക്കുളം അബ്ബാസ്, പ്രസിഡന്റ് MR രാധാകൃഷ്ണൻ, CPIM ലോക്കൽ സെക്രട്ടറി PS അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടി, കടങ്ങോട്, വേലൂർ പഞ്ചായത്തുകളിലെ സർക്കാർ സ്ഥാപനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചില്ല. ബസ്, ഓട്ടോ, ടാക്സി ഉൾപ്പെടെയുള്ള പൊതുവാഹനങ്ങൾ സർവീസ് നടത്തിയില്ല. തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുത്തു. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത സമരസമിതി എരുമപ്പെട്ടി പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. കിഴക്കേ അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പോസ്റ്റ് ഓഫീസിനു മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CITU വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. സമരസമിതി ചെയർമാൻ TK മനോജ് കുമാർ അധ്യക്ഷനായി. കൺവീനർ PT ദേവസി, KCEU വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി MS സിദ്ധൻ, PC അബാൽമണി, KT സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. TK ശിവൻ, സ്വപ്ന പ്രദീപ്, ദിവ്യ മനോജ്, സുമന സുഗതൻ, വിധുബാല, ശിവൻ മങ്ങാട്, AL ജോണി, ബൈജു മങ്ങാട്, ജാനകിദാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പണിമുടക്ക് ചാലശ്ശേരി മേഖലയിൽ പൂർണ്ണം. വ്യാപാര സ്ഥാപനങ്ങൾ, അടയ്ക്ക മാർക്കറ്റുകളെല്ലാം അടഞ്ഞുകിടന്നു. പൊതുവാഹനങ്ങളൊന്നും സർവീസ് നടത്തിയില്ല. എവിടെയും അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മണലൂർ നിയോജക മണ്ഡലത്തിലെ പ്രധാന ജില്ലാപാതയായ താമരപ്പള്ളി ചൊവ്വല്ലൂർപടി റോഡിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. മന്ത്രി മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ തൈക്കാട് ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA നിലവിളക്ക് കൊളുത്തി ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത, ഗുരുവായൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷാനി റെജി, ബിന്ദു അജിത് കുമാർ, AT ഹംസ, രതി ജനാർദ്ദനൻ, കൌൺസിലർ റഷീദ് കുന്നിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. നബാർഡ് RIDF പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8 കോടി രൂപ ചിലവഴിച്ച് BM&BC നിലവാരത്തിലാണ് 6.7 കിലോമീറ്റർ റോഡ് ടാർ ചെയ്തത്. നിറഞ്ഞ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് അമ്പൂരി കുമ്പിച്ചൽ കടവ് പാലം
എല്ലാവരുടെയും അനുമതിയോടെ നാടിന് സമർപ്പിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. ദീർഘകാല സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത്. മണലൂർ ITIയിൽ പുതിയ കോഴ്സുകൾ അനുവദിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് SFI മണലൂർ ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. എളവള്ളി സാമ്പത്തികോദ്ധാരണ സംഘം ഹാളിൽ സജ്ജമാക്കിയ ഫാസിൽ നഗറിൽ നടന്ന ഏരിയ സമ്മേളനം SFI സംസ്ഥാന കമ്മിറ്റി അംഗം സരോദ് ചെങ്ങാടത്ത് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് VR ദേവിചന്ദന അധ്യക്ഷയായി. SFI ജില്ലാ പ്രസിഡന്റ് MM മേഘന, CPIM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ, PG സുബിദാസ്, PA ഷൈൻ, BR സന്തോഷ്, എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത, SFI ജില്ലാ വൈസ് പ്രസിഡന്റ് ആൽവിൻ ഷാജി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി T അഭിജിത്ത്, സെക്രട്ടേറിയറ്റ് അംഗം VA അജീഷ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അതുൽ കൃഷ്ണ, AS അതുല്യ എന്നിവർ സംസാരിച്ചു. PG സൂരജ് പ്രസിഡന്റ്, PA അസൻ സെക്രട്ടറി, ഋതുകൃഷ്ണ KS, ഫഹീം നിഹാൽ വൈസ് പ്രസിഡന്റുമാർ, ഭഗത് K ബാബു, PB അഭിനന്ദ് ജോയിന്റ് സെക്രട്ടറിമാർ, ഭാരവാഹികളായി 25 അംഗ കമ്മിറ്റിയെ സമ്മേളനം തെരഞ്ഞെടുത്തു. നൂറ്റൊന്നിന്റെ നിറവിൽ ചിറളയം ഹോളി ചൈൽഡ് കോൺവെന്റ് സ്കൂൾ ന്യൂ 2026 വാർഷികാഘോഷം വർണ്ണാഭമായി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. നിർമ്മല പ്രൊവിൻസ് വിദ്യാഭ്യാസ കൌൺസിലർ സിസ്റ്റർ പ്രസന്ന CMC അധ്യക്ഷത വഹിച്ചു. സ്കൂളിന്റെ പുതിയ സംരംഭമായ HCC മാലയുടെ അനാവരണവും സിസ്റ്റർ പ്രസന്ന നിർവഹിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ അൻസ ജോ CMC വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുന്നംകുളം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അർഷാദ് ജിജു മുഖ്യപ്രഭാഷണം നടത്തി. കോർപ്പറേറ്റ് ട്രെയിനർ പ്രവീൺ ചിറയത്ത് മുഖ്യാതിഥിയായി. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരി ഫാദർ ഡേസൺ മുണ്ടോപ്പുറം അനുഗ്രഹ പ്രഭാഷണം നടത്തി. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കുരുന്നുകളെ വാർഡ് കൌൺസിലർ ജിഷ ബേബി മെഡൽ നൽകി അനുമോദിച്ചു. കലാകായിക രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള സമ്മാനദാനം ലോക്കൽ മാനേജർ സിസ്റ്റർ ബെൻസി CMC നിർവഹിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക KP ലിസി ചടങ്ങിൽ മറുപടി പ്രസംഗം നടത്തി. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നപരിഹാര ക്രിയകൾ നടന്നു. 4 ദിവസങ്ങളിലായി നടത്തിയ പരിഹാര ക്രിയകളുടെ ഭാഗമായി സുദർശന ഹോമം, നരസിംഹ ഹോമം, അഘോര ഹോമം, ഗണപതി ഹോമം തുടങ്ങി വിവിധ പൂജകളുണ്ടായി. തന്ത്രിമാരായ മഠത്തിൽ മുണ്ടയൂർ ദിവാകരൻ നമ്പൂതിരി, അരുൺ നമ്പൂതിരി, അഗ്നിശർമ്മൻ നമ്പൂതിരി, മേൽശാന്തി പിള്ളനേഴി പ്രസാദ് നമ്പൂതിരി എന്നിവർ കാർമ്മികരായി. ക്ഷേത്രം സേവാസമിതി പ്രസിഡന്റ് KN ഷാജി, സെക്രട്ടറി VK രമാഭായ്, ട്രഷറർ MS വിലാസിനി, MA ശങ്കരനാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സുരക്ഷിത തീരം തേടി കടലാമകൾക്ക് സംരക്ഷണം നൽകുന്ന കടപ്പുറം അഴിമുഖം തീരത്ത് ജിംഖാന ക്ലബിന്റെ പ്രവർത്തനം ശ്രദ്ധേയമാകുന്നു. കടലാമ മുട്ടയിടാൻ എത്തിയ വിവരം നാട്ടുകാർ ജിംഖാന ക്ലബ് അംഗങ്ങളെ അറിയിച്ചതോടെ പ്രവർത്തകർ എത്തി സോഷ്യൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. കടലാമ മുട്ടകളെടുത്ത് അഴിമുഖത്ത് തന്നെ സുരക്ഷിതമായ മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റിവെച്ചു. മുട്ടകൾ നായ്ക്കളോ സാമൂഹ്യവിരുദ്ധരോ എടുക്കാതിരിക്കാൻ പ്രവർത്തകർ വേലികെട്ടി രാവും പകലും കാവലിരിക്കും. 5 വർഷത്തിലധികമായി കടലാമ സംരക്ഷണത്തിൽ ജിംഖാന ക്ലബ്ബ് കൂടുതൽ സജീവമാണ്. ഈ കാലയളവിൽ മുട്ടയിടാൻ കരകയറി വരുന്ന കടലാമകളെയും മുട്ടവിരിഞ്ഞ് കടലിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കാൻ ക്ലബ്ബിന് സാധിച്ചതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജിംഖാന ക്ലബ്ബ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ PA അഷ്കർ അലി, ട്രഷറർ CM ഇസഹാഖ്, ഭാരവാഹികളായ നസീർ പൊന്നാക്കാരൻ, PT സന്തോഷ്, അസ്മീർ കലാം, CB ഹരിദാസ്, PM ഹിളർ, AK മാലിക്, MH തൗഫീഖ്, MM അസ്ലം, അബ്ദുള്ള സുധൈസ് എന്നിവർ നേതൃത്വം നൽകി. ഷുഹൈബ് 8ാം അനുസ്മരണ വാർഷികത്തോടനുബന്ധിച്ച് KSU കാട്ടകാമ്പാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം ചിറക്കൽ സെന്ററിൽ തൃശൂർ ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം KSU പ്രസിഡന്റ് അൻവർ ചിറയൻകാട് അധ്യക്ഷത വഹിച്ചു. KSU തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി റാഷിദ് പെരുന്തുരുത്തി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി, ഭാരവാഹികളായ രാഹുൽ പള്ളിക്കര, ഹൃദിക് ചിറക്കൽ, KR ആദിത്യൻ, MM അശ്വിൻ തുടങ്ങിയവർ സംസാരിച്ചു. കാലിക്കറ്റ് എ സോൺ കലോത്സവത്തിൽ തബലയിൽ ചാലിശ്ശേരി സ്വദേശി സിദ്ധാർത്ഥ് കൃഷ്ണയ്ക്ക് 1ാം സ്ഥാനം ലഭിച്ചത് നാടിന് അഭിമാനമായി. എടത്തനാട്ടുകര KSHM കോളേജിൽ നടന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എ സോൺ കലോത്സവത്തിൽ തബല മത്സരത്തിൽ 1ാം സ്ഥാനവും മലയാള ഉപന്യാസ രചനയിൽ 3ാം സ്ഥാനവും നേടി ചാലിശ്ശേരി സ്വദേശി സിദ്ധാർത്ഥ് കൃഷ്ണ ശ്രദ്ധേയനായി. 2ാം ക്ലാസ് മുതൽ സച്ചിൽ ബെൻവെട്ടത്തിന്റെ ശിക്ഷണത്തിൽ തബല അഭ്യസിച്ചു വരുന്ന സിദ്ധാർത്ഥ് ഓരോ അവതരണത്തിലും അനുഷ്ഠാനശുദ്ധിയും കലാപ്രതിബദ്ധതയും ലയശുദ്ധിയും നാദസാന്ദ്രതയും തെളിയിച്ചു. തബല വാദ്യപരമ്പരയുടെ രൂപഭംഗി വേദിയിൽ സജീവമാക്കിയ അദ്ദേഹത്തിന്റെ പ്രകടനം വിധികർത്താക്കളുടെ പ്രശംസ പിടിച്ചുപറ്റി.
धिन्ना धिन्ना करता ता कृता ती ता धिन्ना ता धिन्ना धिन्ना करता. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ ചിന്തകൾ കവിത പോലെയൊഴുകുന്ന അപൂർവമായ സമന്വയമാണ് മലയാള ഉപന്യാസരചനയിൽ 3ാം സ്ഥാനം നേടാൻ വഴിയൊരുക്കിയത്. കലയും സാഹിത്യവും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന യുവപ്രതിഭയായ സിദ്ധാർത്ഥ് പഠനത്തിലും മികവ് പുലർത്തുന്നുണ്ട്. പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ 2ാം വർഷ കെമിസ്ട്രി ബിരുദ വിദ്യാർത്ഥിയാണ്. 2020 കേരള സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവും കൂടിയായ സിദ്ധാർത്ഥ് കൃഷ്ണ പരുതൂർ HSSലെ റിട്ടയർഡ് അധ്യാപകൻ ഡോക്ടർ ജയരാജിന്റെയും വട്ടേനാട് GVHSSലെ അധ്യാപിക രേഖയുടെയും മകനാണ്. സംസ്ഥാന സർക്കാരിന്റെ അക്ഷരോന്നതി പദ്ധതിയുടെ ഭാഗമായി പുന്നേർകുളം ഗ്രാമപഞ്ചായത്ത് പുസ്തക സമാഹരണ പരിപാടി സംഘടിപ്പിക്കുന്നു. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് പുന്നേർകുളം കമലാസുരയ്യ സ്മാരക മന്ദിരത്തിൽ വെച്ച് പഞ്ചായത്ത് തല പുസ്തക സമാഹരണ പരിപാടി ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു പുസ്തകം കൈമാറിക്കൊണ്ട് നിർവഹിക്കും. പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് TK ഹസൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ചെറുകഥാകൃത്ത് റഫീഖ് പട്ടേരി, കവയത്രി ഷീബ ദിനേശ് എന്നിവർ മുഖ്യാതിഥികളാകും. ജനപ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലുമുള്ള വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹ്യ പഠനമുറികളിലേക്കുള്ള പുസ്തക സമാഹരണ പദ്ധതിയാണ് അക്ഷരോന്നതി. ചരമം. ആർത്താറ്റ് കിഴക്കുമുറി ചരണിപ്പറമ്പിൽ താമസിക്കുന്ന പട്ടിയാംപുള്ളി ഷാജിയുടെ മകൻ വിനായകൻ ആലുവയിൽ വെച്ച് നിര്യാതനായി. 23 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട് നടത്തും. ശ്രീരഞ്ജിനി മാതാവും ശ്രീലക്ഷ്മി സഹോദരിയുമാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ലേബർ കോഡുകളടക്കം കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണം. സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും നടന്നു. തൃത്താല സെന്ററിൽ ആനയിടഞ്ഞു. പീച്ചിയിൽ ശിവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. വഴിമധ്യേ നായയെ കണ്ടതോടെ പണിമുടക്ക് ദിവസമായതിനാൽ ആൾ തിരക്കൊഴിഞ്ഞത് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രാദേശിക ചാനൽ പ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി CCTV. മികച്ച വാർത്താ അവതാരകയ്ക്കുള്ള അവാർഡ് CCTV ന്യൂസ് എഡിറ്റർ രമ്യ S നായരും പ്രോഗ്രാമിനുള്ള അവാർഡ് തൊടിയിലെ ചെടിയുടെ സംവിധായകൻ CCTV എക്സിക്യൂട്ടീവ് ഡയറക്ടർ KC ജോസും ഏറ്റുവാങ്ങി. അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള സംഘടനയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന IT ടൈസൺ മാസ്റ്റർ MLA. COA 15ാമത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന് തൃപ്രയാറിൽ പ്രൗഢസമാപനം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.